കണ്ടോ ചാറ്റൽ മഴ ഇടിക്കുകയാണ്. ഗൈസ് നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ. എന്താവോ നോക്കാം. ഓ സൂപ്പർ വ്യൂ. എടാ ഇതെല്ലാം വ്ലോഗിൽ വരും ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിന്റെ ഫസ്റ്റത്തെ എന്താ പറയുക ലോങ് വീഡിയോ ആണ് യൂട്യൂബില്. അപ്പം എനിക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും. എനിക്ക് തോന്നിയ ഒരു 6-7 വർഷം മുന്നെയാണ് കടവക്കുഴിയിൽ വന്നിട്ടില്ല. ഒരു 10-ലോ എന്തോ പഠിക്കുമ്പോൾ, 10-ലോ അല്ല അതിന് മുന്നേ. അപ്പോൾ നമ്മളെ കൂടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കന്ന് മുകളിൽ വരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് സഡൻ പ്ലാനാണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയത് കടവക്കുഴി കാണണം എന്നുള്ള മൈൻഡോട് കൂടിയൊന്നുമല്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പ്ലാൻ മാറി, കടവക്കുഴി പോകാനായി. നമ്മളെ കൂട്ടത്തിലെടുത്തിൻ്റെ ഫാമിലി ഇവിടെ താഴെ അവരുടെ വീട്. അപ്പോൾ നമ്മൾ അവർ മുഖേന അങ്ങോട്ട് വന്നു. അവരെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് അവർ. ആ മുന്നിൽ പോകുന്നതിൻ്റെ കസിൻ്റെ വീടാണ് താഴെയുള്ളത്. ദുരിതം പിടിച്ച പാറയാണ്, വഴികളാണ് ഗൈസ്. നിങ്ങൾ കാണുന്നില്ലേ, ഇങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, അയ്യോ കിതച്ച്, ഇപ്പം തന്നെ ഞാൻ കിതച്ചു. അപ്പം നോക്കാം നമുക്ക് എവിടെ വരെ കയറാൻ പറ്റുന്നത്. കളിക്കുണ്ട് പോലുള്ളൊരു സ്ഥലം. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെയാണ് എന്താ പറയുന്നത്, നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മളിച്ചിരി മെമ്മറബിളായിട്ട് വെക്കുക. അപ്പം ഈ പാറയിൽ നിന്ന് ഉരുണ്ടിട്ട് വീണ അതൊരു മെമ്മറിയാണ്. അപ്പോൾ വീഴാതിരിക്കട്ടെ, അങ്ങനെ നോക്കാം ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോവാണ്. അയ്യോ നോക്കാം നമുക്ക്. ഇതുണ്ടോ, ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്ക് എവിടെയോ ആണ്, എനിക്കും കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം നമ്മൾ കുറേ വർഷം മുന്നല്ലേ വന്ന്. ഗൈസ് നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് ഇവന്മാരവിടെ എത്തി. ഇതിനെ കാണിച്ചുതരാം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇനിയും കുറേ പേരുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ സൂപ്പർ വ്യൂ കൊള്ളാം, കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇത് 3 എൻ്റെ ഫ്രണ്ട്സാണ്. ആൻഡ് ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന കടുവാക്കുഴി ഗൈസ്. സി ഗൈസ്, നല്ല രസമല്ലേ? ഇത് നല്ല രസമുണ്ട്. നല്ല കാർമേഘം മൂടി നിൽക്കുകയാണ്. എന്താവും അവസ്ഥ എന്ന് അറിയില്ല. മഴ കൊണ്ട് കയറേണ്ടി വരും. ബട്ട് എല്ലാവരും ഇതാണല്ലോ. എനിക്കാണെങ്കിൽ നല്ല തണുപ്പ് അലർജിയാണ്. അപ്പോൾ എന്താവോ നോക്കാം ഗൈസ്. നോക്കൂ, ഇതുണ്ടോ, ഇവന്മാർ അടി കൂടാണ് ഗൈസ്. നോക്ക്, അവനിവിടെ കൊട കളഞ്ഞു. എടാ ഇതെല്ലാം വ്ലോഗിൽ വരും ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ഞാൻ ഇവരോട് പറഞ്ഞു നല്ല കുട്ടി ചമഞ്ഞോ വ്ലോഗിൽ വരും. പക്ഷെ ഇവന്മാർക്ക് വേണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവരെ കൂതറ സ്വഭാവം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് യദു ഗൈസ്. യദു ഇത് ലോങ് വീഡിയോ ആണ്. പിന്നെ ഇതാണ് യദു. ഒരു ഹായ് പറ. അവൻ ഇച്ചിരി ഇൻവെർട്ടറാണ് ഗൈസ്. ഇതാണ് ഏബൽ ജിന്നിസ് ചാലഞ്ച് ഷിനിക ഫ്രം വാഗേരി. ആൻഡ് ദിസ് ഇസ് അബിൻ കൃഷ്ണ ഫ്രം മാനികാവ്. നമ്മൾ കടവക്കുഴിക്ക് പോകേണ്ട വഴി എവിടെയോ തെറ്റിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ പോവാണ്. വീണ്ടും തിരിച്ച് വന്ന വഴി മൊത്തം നടക്കാണ് ഗൈസ്. നമുക്ക് നോക്കാം അവിടെ എത്തുമോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല രസമല്ലേ? ഇവിടെ സൺസെറ്റ് ആണെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരിക്കും. ദുരിതം പിടിച്ച വഴിയിലൂടെ പോവായിരുന്നു. കൃത്യസമയത്ത് മഴയും പെയ്തു. 2 കൊടിയും 4 പേരും. കുഴപ്പമില്ല, നോക്കാം. ഞങ്ങളിതാ ഒരു കുടയിൽ പോകുന്നു. നല്ല ചാറ്റൽ മഴ അടിക്കുന്നുണ്ട് ഗൈസ്. നല്ല മഴയാണ്. ഒരു ചാറ്റൽ കാണുന്നുണ്ടോ? അമ്മേ അയ്യോ. അപ്പോൾ നോക്കാം ഗൈസ്. അത് മാത്രമല്ല, നമ്മൾ കയറുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു നെഗുമായി. നമ്മൾ എന്താ പറയുന്നത്, കയറാൻ നേരത്ത് ഇവിടെ എന്തോ അടച്ചിട്ട വീടോ റൂമോ അങ്ങനെ എന്തോ പോലെയുള്ള ഒരു സ്ഥലത്ത് 3-4 പേര്. അവരെന്താടാ ഇവിടെ പണി, എന്താടാ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നെഗായി. പോണ്ടോ. കാര്യം പറഞ്ഞാൽ ഇവർ 3 ബോയ്സും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം മേ ബി ദേ ഫീൽ വെരി ബാഡെന്നോ, ചിലപ്പോൾ അതായിരിക്കും. എന്തായാലും ഒരു ടെൻഷനുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ റെഡിയായില്ല. നമ്മൾ കയറാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്,
നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മൾ ഇപ്പോൾ ഉള്ള ഏജിൽ ഒരു കാലത്തും തിരിച്ചെത്താൻ പോകുന്നില്ല. ഇപ്പം ഞാൻ 20 വയസ്സാണ് എനിക്ക്, ഡിസംബർ ആകുമ്പോൾ 21 അപ്പോൾ ഇപ്പം ഞാനിത് യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു എനർജി യൂസ് ചെയ്തില്ലെങ്കിൽ മേ ബി എനിക്കിത് മിസ്സായിപ്പോവും. കാരണം ഇനി നമ്മൾ അങ്ങോട്ട് വലുതായി പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ എനർജി വെച്ചിട്ട് നമുക്കിനി ഒരിക്കലും ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിനി ലൈഫിൽ ബിസി ആയിപ്പോവും. ചിലപ്പോൾ പഠിക്കാനുള്ളിടത്തായിരിക്കും, ജോലിയാവും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ലൈഫിൽ മാറുന്ന സമയത്ത് നമ്മളും ചേഞ്ച് ആവും. അപ്പോൾ പറ്റുന്ന ടൈം എൻജോയ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുന്നുംപുറത്ത് വന്ന് നിൽക്കുന്നത് ഗൈസ്. നല്ല രസമുണ്ട്, ഭയങ്കര എന്താ പറയുക, നല്ലൊരു കാമായിട്ടുള്ള സ്ഥലം. കാണിച്ചു തരാം. നല്ല ഇതുണ്ടോ, ചാറ്റൽ മഴ അടിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ബാക്കിലെ വ്യൂ. ഇതുണ്ടോ, കുട മറക്കല്ലേ. ഇതുണ്ടോ, ഇതാണ്. ഇവിടെ എന്തോ അമ്പലം പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഭഗവതി ക്ഷേത്രം ചിങ്ങേരി. ഓ, ഇത് ഞാൻ റീൽസിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നമ്മളിവിടെ എത്തിപ്പെട്ടു ഗൈസ്. ഇത്രയും കൊള്ളാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നു, വ്യൂ കണ്ടു, മഴ നനഞ്ഞു. നാളെ ജലദോഷം പിടിക്കാൻ റെഡി ആയിട്ട് ഇവിടെ തിരിച്ചു പോവാണ്. അപ്പൊ ഗൈസ് നല്ലൊരു മെമ്മറിയാണ്. അപ്പം നമ്മൾ പോവാണ്. നമ്മളെങ്ങനെയോ മല ഇറങ്ങി, അധികം ദൂരം കയറിയില്ല. അതിന് മുന്നേ നമ്മൾ ഇറങ്ങി. നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ അയ്യോ, നമ്മൾ തിരിച്ച് കാറിനടുത്ത് എത്തി. നമ്മൾ പോവാണ്. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്ന വ്ളോഗ്സിൽ അറിയിക്കാം. പനി പിടിച്ചോന്നോ. ഓക്കെ ബൈ, ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.